ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിഞ്ഞ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്തല്ല ഞാനിത് ഉണ്ടാക്കുന്നത്. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എന്ന് പറഞ്ഞില്ല, അപ്പം അങ്ങനെ ശർക്കര ഉരുക്കാനൊന്നും നിൽക്കുന്നില്ല, പഞ്ചസാര ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന അരിപ്പൊടിയാണ്. ഇവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ നല്ല പത്തിരി അല്ലെങ്കിൽ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടിയാണിത്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് മൈദയാണ്. മൈദയോ അല്ലെങ്കിൽ ആട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചിരകിയ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഈ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും വെക്കുന്നില്ലല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ ബാറ്റർ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്കിനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഓരോന്നും ചുട്ടെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നേന്ത്രപ്പഴമാണ്. ഇതിന് പകരം പാളയംതോടൻ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ ആണെങ്കിലും നമുക്ക് ചേർത്ത് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര ചേർത്ത് ഉണ്ണിയപ്പം ആയതുകൊണ്ട് ഈ ഒരു കളറൊക്കെ കിട്ടത്തുള്ളൂ. നല്ല ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ പഴുത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ണിയപ്പമൊക്കെ ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്വീൻസ്.